ഇനി സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇനിയും വൈകിക്കാതെ നീ അവന്റെ അടുത്ത് ചെന്ന് എല്ലാം സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്ക്. അവൻ ഇവിടെ ഇല്ലാതിരുന്ന 3 വർഷക്കാലം നീ അവനെ എത്രത്തോളം മിസ് ചെയ്തു എന്ന് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാ പറയുന്നത്, ഇനിയും നീ സൈലന്റ് ആയിരുന്ന അവന് നിനക്ക് നഷ്ടമാവും എന്നേക്കുമായിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഡാമത്തെ. നിന്റെ ഐഡിയ ആയത്, നീ കാരണം ഇതൊക്കെ നടന്നത്. നിന്നോട് എങ്ങനെ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ലടാ. ഹേയ്, എന്നോട് തന്നെ നിനക്ക് നന്ദി പറയണോ അല്ലേ? നിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് പണ്ടേ തീരുമാനിച്ചുറപ്പിച്ചതാ. ഓഹോ, അപ്പോ ഇതൊക്കെ നിന്റെ പണിയാണല്ലേ? അതെ, അല്ലാണ്ട് നിനക്ക് ഇഷ്ടപ്പെടുന്ന വല്ലവളെയും വിളിച്ചു കൊണ്ടുവന്ന് നാത്തൂൻ പോരുണ്ടാക്കാൻ തൽക്കാലം എനിക്കൊരു മോഹവും ഇല്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളെ നിന്നെ കൊണ്ട് കെട്ടിക്കുമെന്ന് ഞാൻ മുമ്പേ മനസ്സിൽ ഉറപ്പിച്ചതാ. ഇതിപ്പോ നിനക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. നിന്നേക്കാൾ ചുള്ളൻ ചെക്കന്മാരെ എന്റെ ലിയക്ക് കിട്ടേണ്ടതാ. പിന്നെ നിനക്കൂടെ ലക്കടിച്ചോട്ടെ എന്ന് കരുതി. ആഹാ, എന്നാ ഒരു കാര്യം നീയും കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ നീയും കേട്ടു. നിനക്കിഷ്ടം ആ ചൊറുത്തവളേനല്ലേ? എനിക്കൊന്നും വേണ്ട. ആര് പറഞ്ഞു? എന്റെ അളിയന് നല്ല ഫസ്റ്റ് ക്ലാസ് പെണ്ണെത്തി സെറ്റ് ആയിട്ടുണ്ട്. നാട്ടില് വേറെയും ചെക്കന്മാരുണ്ടല്ലോ, നോക്കട്ടെ. ഏതെങ്കിലും അണ്ണനോ അടമോണനോ ആരെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. നീ പോടാ പട്ടി തെണ്ടി മാങ്ങാണ്ടി പോടാ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. എടി പെണ്ണെ, നിനക്കൊന്ന് ഫുഡൊന്നും വേണ്ടേ? എല്ലാം തണുത്താറി. ഇനി ഇത് കഴിക്കാൻ പറ്റുമോ? എനിക്ക് വേണേ ഞാൻ കഴിച്ചോളാം. അമ്മ ഇറങ്ങിക്കോ. ദേ, വീക്കെൻഡ് ആണെന്ന് കരുതി ചുമ്മാ ഇരിക്കൊന്നും വേണ്ട. ആര് വെറുതെ ഇരിക്കുന്നു? അതിന് വെറുതെ ഇരിക്കാൻ ടൈം എവിടെ? കണക്കിന് പണി തന്നിട്ടല്ലേ മാഡത്തിന്റെ പോക്ക്. ഇന്ന് വെറുതെ ഇരുന്ന ഇതെപ്പോ തീർക്കാനാ? നീ എന്തിനാ അവൾക്ക് ഇത്ര പ്രഷർ കൊടുക്കുന്നത്? ഒന്ന് മയത്തിലേക്ക് ആയിക്കൂടെ? അങ്ങനെ പറഞ്ഞു കൊടുക്കപ്പ. വന്നോ മക്കാലത്ത് കൊണ്ട്? ടൈം കളയാണ്ട് നടക്കും മനുഷ്യ. വരുവാടി. ട്രീ വർക്ക് കഴിഞ്ഞിട്ട് നീ ഇതൊന്ന് ജോലിന് കൊണ്ടു കൊടുക്കണം. ഇമ്പോർട്ടന്റ് ഓഫീസ് ഫയൽസാ, അതുകൊണ്ട് പുറമേ ആരെയും ഏൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഉച്ചക്ക് മുമ്പ് എത്തിച്ചേക്കണം. 2 മണിക്ക് അവന് മീറ്റിംഗ് ഉള്ളതാ. എന്റെ പൊന്നപ്പ, വീക്കെൻഡിലെങ്കിലും ലീവ് എടുത്തൂടെ? ആർക്കാ ഈ ഉണ്ടാക്കി കൂട്ടുന്നേ? അത് പെണ്ണുമോള് നേരിട്ടങ്ങ് ചോദിച്ചോ. എന്നിട്ട് എന്നാത്തിനാ? ഉള്ള ഫിലോസഫി മൊത്തവും കേൾപ്പിക്കാനോ? അറ്റ് ലാസ്റ്റ് തീർന്നു കിട്ടി. ശത്രുക്കൾക്ക് പോലും എന്റെ അവസ്ഥ വരുത്തല്ലേ കോടെ. അമ്മയുടെ ജൂനിയറായപ്പോ എന്തോരം മനക്കോട്ട് കെട്ടിയതാ. ഇവളുടെ കാര്യം എന്നാടി? എന്ത്? നീ എവിടാ? ഞാൻ എവിടെങ്കിലും ആയിക്കോട്ടെ, നിനക്ക് എന്താ വേണ്ടേ? നീ ഇപ്പൊ എന്തിനാ വിളിച്ചേ? നിന്നോട് ആരാടാ കാർ എടുത്തോണ്ട് പോകാൻ പറഞ്ഞേ? അതിന് ഞാൻ എന്റെ കാറല്ലേ എടുത്തേ.
നിന്റേത് അവിടെ തന്നെ ഉണ്ടല്ലോ. അതിന് എനിക്ക് ആ കാറാ ഇഷ്ടം. മര്യാദക്ക് കൊണ്ട് തടാ, ഇല്ലേ ഉണ്ടല്ലോ. ഇല്ലേ നിന്നിത് പോലീസിനെ വിളിക്കായിരിക്കും. ഒന്ന് പോടി. ഞാനും എൻ്റെ പെണ്ണും ഇതാദ്യമായിട്ടാ പരസ്പരം ഒറ്റയ്ക്ക് കാണുന്നേ. അതിനിടക്ക അവളുടെ വണ്ടി കേസ്. ഇനി ഇന്ന് നീ എന്നെ വിളിച്ചു പോകട്ട്. വേടി ഫോണ്. ഇതത് തന്നെ, പ്രേമിച്ച് പ്രാന്തായതാ. ഇച്ചായ എന്തിനാ അവളെ വഴക്ക് പറഞ്ഞേ? നീ എന്നെ അങ്ങനെ വിളിക്കല്ലേ ഇല്ലയാ. ഓക്കെ സാർ. അയ്യോ, സാറി വിളി ഒട്ടും വേണ്ട കേട്ടോ. ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞല്ലേ. മമ്മി, ജീനി മമ്മി, ഇതെവിടെ പോയി? പപ്പാ, ഇതെവിടെ രണ്ടും? മെയിൻ ഡോർ ലോക്ക് ചെയ്യാണ്ട് ഇതെവിടെ പോയി? ഇനി മുകളിൽ കാണോ? ലാ 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 ലാ. बेबी बस भी कर अब, मुझे शर्म आ रही है. ഹേ, ഇതെന്താ കഥ? രണ്ട് മുറിയിൽ നിന്ന് കോൾ ചെയ്ത് കളിക്കുക രണ്ടും. നാളെ വരുന്ന പോലും. ഇത് കാണാനാണോ ഈ ഫയലും തൂക്കി ഞാനിങ്ങ് പോന്നത്? ഹലോ മമ്മി, നിങ്ങളിത് എവിടാ? അപ്പ ഫയൽ ഒന്ന് വെച്ചിട്ടുണ്ട്. ട്രീമോളെ, ഞങ്ങൾ തറവാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പച്ചനെ വീട്ടിലേക്ക് കൊണ്ടുവരണം. നീ ഒരു കാര്യം ചെയ്യ്, ഫയൽ ജെറിയുടെ കൈ കൊടുത്തേക്ക്. ഓ, അതിനങ്ങേർക്ക് ചെവിയും കണ്ണും വർക്ക് ചെയ്താലല്ലേ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റൂ. ഹേയ് ട്രീസ, തൂക്കപ്പായി. ഞാനിപ്പോ എന്നെ 2 കോഫി ഇട്. എന്തിന്? എനിക്കൊന്നും വയ്യ. വേണേ തന്നെത്താൻ ഇട്ട് കുടിക്ക്. ഓ കമോൺ ട്രീസ, എനിക്കിടാൻ അറിയാത്തതുകൊണ്ടാ. ഇല്ലെങ്കിൽ എന്റെ ബേബിച്ചന് എത്ര കോഫി വേണമെങ്കിലും ഞാൻ ഇട്ട് കൊടുത്തേനെ. ട്രീസ, പെട്ടെന്ന് വേണേ. കോഫി കുടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പുറത്തു പോവാൻ. ഓ, നിങ്ങൾക്ക് പുറത്ത് പോണല്ലേ? കോഫി തൊണ്ടയിലൂടെ ഇറങ്ങാതെ വണ്ടി നീങ്ങില്ലായിരിക്കും. നിന്നെ ഞാൻ പുറത്ത് വിടാടാ ചൊരുത്തവളെ. കോഫി. Oh, wow, it smells nice. Thank you so much, Teresa. Thanks ഒക്കെ എന്തിനാ? കുടിക്ക് കുടിക്ക്, തണുത്താ ടേസ്റ്റ് കിട്ടില്ല. പെട്ടെന്ന് കുടിച്ചോ. കുടിക്കണോ? അവളുടെ മുഖം കണ്ടാൽ തന്നെ ഒരു വശപ്പശക്. എന്റെ അമ്മച്ചി, ഇതെന്താ പാശാണോ? താനൊരു സകല കലാ വല്ലഭയാണല്ലോടോ. എന്റെ ഡാഡി വരുമ്പോ ഇതുപോലെ കോഫി ഇട്ട് തരണേ. ഇതുപോലത്തെ കോഫിയോ? എന്റെ അമ്മ, ഇവിടെ എന്തോന്നാ പറയുന്നേ? ഹീസ് എ കോഫി ലവർ, അതുകൊണ്ടാ. പ്ലീസ്. ഷുവർ, പിന്നെന്താ? മമ്മി, എന്റെ വയറിന് എന്ത് പറ്റി? ബേബിച്ചാ, ചലേ, ടൈം നിക്കലാ ജാ രഹാ ഹൈ. അതേനെ, വേഗം ചെല്ലേ. എന്താ പോകുന്നില്ലേ? സാം, നീ പൊയ്ക്കോ. എനിക്കെന്തോ ഒരു വല്ലായ്മ, ഒരു സുഖമില്ല. ഞാൻ നാളെ വന്ന് മീറ്റ് ചെയ്യാന്ന് നീ കോച്ചിനോട് പറഞ്ഞേക്ക്. കള്ളക്കിളവി. എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളേ. ട്രീസ, നീ ഇവിടെ തന്നെ നിൽക്ക്.
ബേബിച്ച് നോക്കിയായിട്ട് തിരിച്ചു പോയാൽ മതി കേട്ടോ. ഇന്നെൻ്റെ ഡാഡ് വരുന്നുണ്ട്. സോ ഞാൻ എയർപോർട്ടിലേക്ക് പോവാ. എന്നിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകും. ഇനി മുതൽ അവിടെയാ സ്റ്റേ. പിന്നെന്താ, ബേബിച്ചൻ മുഴുവനായി ഓക്കെ ആയിട്ട് ഞാൻ പോകുന്നുള്ളൂ. പോരേ? ഓ, അപ്പൊ നിർത്താൻ ഉദ്ദേശമില്ല. താങ്ക് യു സോ മച്ച് റീസ. ബേബിച്ച ടേക്ക് റെസ്റ്റ്. ഓക്കെ, ഐ വിൽ കോൾ യു. ബൈ. ഒരു ബേബിച്ചൻ. നിക്കടി അവിടെ. നീ എന്താടി എനിക്ക് കലക്കി തന്നത്? അമ്മേ, എന്റെ വയറ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ലെക്ചർ തന്നെ വേണമെങ്കിൽ എത്തിത്തരാം. പക്ഷേ അതിനു മുമ്പ് പൊന്നുമോൻ വയറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്ക്. നിനക്ക് ഞാൻ കാണിച്ചു തരാടി കുഞ്ഞിക്കുരു. ഓ ആയിക്കോട്ടെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോണില്ല. അമ്മേ, എന്റെ വയറ്. അയ്യോ അമ്മേ, എനിക്കിനി വയ്യായേ. എന്നാ കുടിക്ക്. നോക്കണ്ട, കട്ടൻ ചായയിൽ നാരങ്ങ ഒഴിച്ചതാ. എന്റെ പൊന്നു കുഞ്ഞിക്കുരു, സത്യമായിട്ടും എനിക്കിനി വയ്യ. എന്നെ വിട്ടേരെ. ഇനി ഒന്നുകൂടെ താങ്ങാനുള്ള ശേഷി ഈ ബോഡിയിലില്ല. അതുകൊണ്ടാ. അതുകൊണ്ട് തന്നെയായത്. കുടിക്ക്, യു വിൽ ബി ഫൈൻ. ട്രസ്റ്റ് മീ. ഓ, സമ്മതിക്കൂല. ഇനി നിനക്ക് എന്താടാ? അളിയനും പെങ്ങളും കൂടെ ഒരു തരത്തിലും എന്നെ വാഴാൻ വിടൂല അല്ലേ? എടാ ജിമ്മി, എന്തേലും പറഞ്ഞ് ഇവളെ വിളിച്ചോണ്ട് പോടാ. ഇല്ലെങ്കിൽ നിനക്ക് എന്റെ ശാപം കാണേണ്ടി വരും. എന്താടാ, അവൾ പോലീസിനെ വിളിച്ചോ? അതാണെങ്കിൽ എത്ര നന്നായിരുന്നു. അവൾ എനിക്ക് കോഫിയിൽ പഞ്ചസാരയും ഉപ്പും എരിവും പുളിയും എന്ന് വേണ്ട സകലതും ഇട്ട് എന്നെ കൊണ്ടത് കുടിപ്പിച്ചു. എന്റെ വയറിപ്പോ പൊട്ടി ഞാൻ ചാവോടാ. ടോയ്ലറ്റിൽ കയറി ഇറങ്ങി എന്റെ കാലിൽ എന്തേലും പറ്റിയാൽ ഞാൻ എങ്ങനെ കളിക്കും? ഇതിങ്ങനെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ കട്ടലിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിക്ക്. തീരെ വൈകി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാടാ. അയ്യോ അമ്മേ, എന്റെ വയറ്. ഒന്നും നോക്കണ്ട, കയ്യിൽ കിട്ടുന്ന സകല മെഡിസിൻ എടുത്ത് കഴിച്ചേക്കാം. ഇനി ഇതായിട്ട് കുറക്കുന്ന എന്തിനാ? വാ, എവിടെ അവളെന്റെ കൈ കിട്ടിയാ? ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയില്ല. ട്രീസ, ഫയല് വെച്ചിട്ട് മുങ്ങിക്കോ. അവന്റെ കയ്യിലെങ്ങാനും പെട്ട നീ തീർന്നു. അവിടെ. അയ്യോ, ട്രീസ എസ്കേപ്പ്. ഓടരുത്, ഓടിച്ചിട്ട് പിടിക്കുക. ഓ പിന്നെ, നിനക്കതിന് എന്നെ കിട്ടിയിട്ട് വേണ്ടേ? ഓ പുല്ല്, അതിൻ്റെ ഇടയ്ക്ക് പാൻറ്. നിക്കടി അവിടെ. അയ്യോ അമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഓടിക്കല്ലേ എന്ന്. പിന്നെന്തിനാ ഓടിയത്? എന്നെ വിടടാ. എന്നെ കൊണ്ട് പാഷാണം കുടിപ്പിച്ചിട്ട് കടന്ന് കളയാന്ന് കരുതിയോ നീ? ഇതാ കുടിക്കേ. ഇത് മുഴുവൻ കുടിച്ചിട്ട് നീ ഇവിടുന്ന് പോയാ മതി. എന്തിന്? എനിക്കൊന്നും വേണ്ട. നീ ഇത് കുടിക്കുന്നു? അതോ എന്താ? മാറ്, എനിക്ക്
എന്നാ കുടിച്ചോ, പെട്ടെന്നാവട്ടെ, നിനക്ക് പോണ്ടേ? ആ, അങ്ങനെ തന്നെ, അങ്ങനെ വഴിക്ക് വാ. ഇനി പോയിക്കോട്ടെ, മാറ്. നിക്ക്, നല്ല എരിവുണ്ടല്ലേ? സംശയം കുറിച്ച് നോക്ക് കാലൻ. നീ ഉണ്ടാക്കിയ പാഷാണം എനിക്കുണ്ടാക്കാൻ അറിയില്ല, അതുകൊണ്ട് എനിക്കറിയാവുന്ന പോലെ ഞാൻ ഉണ്ടാക്കിയതാ. കുറച്ചധികം എരിവുണ്ടല്ലേ? എന്ത് ചെയ്യാനാ, കാന്താരിയാ. കാന്താരിയോ? മാറി നിക്ക്, നിന്നോട് ദൈവം ചോദിക്കൂടാ. എന്റെ വായ എന്നൊരു നീറ്റല്ല ദൈവമേ. നീ പോടാ ചൊറിയുമ്പോഴും കാല. അവന്റെ ഒരു കൊരച്ചിരി. ഏതായാലും നിന്നെ കാന്താരി കുടിപ്പിച്ചതിന് ദൈവം ചോദിക്കാൻ വരുമല്ലോ. ഇത്രയും ബിസിയായ പുള്ളി ചെറിയൊരു കാര്യത്തിന് വേണ്ടി മാത്രം ചോദിക്കാൻ വരുമ്പോ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ഇവനെന്ത് തേങ്ങയായി പറയണേ. എന്നാ പിന്നെ ഒരു കാരണം കൂടി ഇരിക്കട്ടെ, അല്ലേടി? What do you mean? ചുമ്മാ നിന്റെ എരിവുള്ള ലിപ്പ് കണ്ടപ്പോ അങ്ങനെ തോന്നി. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. കർത്താവേ, എനിക്കിനി വയ്യ. ഞാനിപ്പോ എന്തിനാ ഹാപ്പി ആവുന്നേ? ആ തിണ്ടിക്ക് വേറെ കല്യാണം അർപ്പിക്കാൻ പോവല്ലേ ഇനി. ജിമ്മി, പെട്ടെന്ന് വാടാ. ഇന്ന് വർക്കിംഗ് ഡേ അല്ലാതിരുന്നിട്ടും നിന്നെ കാണാനാ ഇവിടെ ഇത്രയും പേര് കൂടിയിരിക്കുന്നേ. ഇവളിത് എന്നാത്തിനാ ഇവനെ ഇങ്ങനെ നോക്കുന്നേ? നേരിട്ട് കണ്ട കടിച്ച് കീറാൻ നിൽക്കുമല്ലേ. എന്നാ വായനോട്ടത്തിനൊരു കുറവുമില്ല. കോളേജൊക്കെ ആകെ മാറിയല്ലേടാ. എന്തൊരു പൊളി വ്യൂ ആയിപ്പോ. നമ്മൾ പഠിച്ചെന്ന് മാത്രം ഇത്ര വ്യൂ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അന്നത്തെ വൈബ് അതിപ്പോ ഇല്ല. സ്ക്രീനിൽ കാണുന്നതിനേക്കാൾ ഹോട്ടാ, കണ്ടില്ലേ? ഓ, തുടങ്ങിയല്ല. അതിനിടക്ക് അവളും. മാഡം 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 കേൾക്കുന്നുണ്ടോ? വാട്ട്? ലെറ്റ്സ് ഗോ. बेबी चा, हमें रिंग लेने जाना है. എത്രയും പെട്ടെന്ന് എൻഗേജ്മെന്റ് നടത്തണം എന്നാ ഡാഡ് പറഞ്ഞത്. हम कल ही जाकर रिंग ले लेंगे, ओके? പിന്നെന്താ, ഡിസൈനൊക്കെ നീ പണ്ടേ സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് സംഗതി എളുപ്പമായി. ഒരു കാര്യം ചെയ്യാം, നാളെ മോർണിംഗ് പോവാം. കൂടെ ചെറിയൊരു ഔട്ടിങ്ങും ആവാലോ. ആഹാ, നിങ്ങൾ റിംഗ് എടുക്കാൻ പോവാണോ? എന്നാ പിന്നെ ജിമ്മിയും കൂടെ കൂട്ടിക്കോ, അവർക്കും റിംഗ് എടുക്കണ്ടേ. ഏതായാലും ഡേറ്റ് എല്ലാം നമ്മൾ എടുത്തു. അപ്പൊ പിന്നെ രണ്ടുപേർക്കും ഒരുമിച്ച് അങ്ങ് റിംഗ് എടുക്കാം.
അതൊന്നും പറ്റില്ല. എന്റെ ഒരേ ഒരു ആങ്ങളയാ. അവന് റിങ് എടുക്കാൻ ഞാനാ പോകുന്നത്. ഇവരുടെ കൂടെ പോയാൽ ശരിയാവില്ല. അതെന്താ? ഞങ്ങൾ കാറിലാ പോകുന്നത്. നിനക്കിരിക്കാനും മൊത്തം സ്ഥലമൊക്കെ ഇപ്പൊ ഞങ്ങളുടെ കാറിലുണ്ട്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നിനക്കത് എന്താ? എന്നാ ശരി, നമുക്ക് നാളെ പോവാം. അവൾ വരും. ഇനി ഇവരുടെ പ്രഹസനം കൂടി കാണേണ്ടി വരുമല്ലോ. മാഡം, ഇതെന്താ അണ്ടിപോയ അണ്ണാനെ പോലെ? എങ്ങനെ ഉണ്ടായിരുന്നു റിങ്ങെടുക്കലൊക്കെ? റിങ്സ് ഒക്കെ നീ പണ്ടേ തപ്പി വെച്ചതായിരുന്നില്ലേ? എന്നിട്ട് അതുപോലെയൊക്കെ തന്നെ കിട്ടിയോ? പിന്നെ എന്താ നിനക്ക് ശോകം? ശോകമില്ലാണ്ടിരിക്കോ? 2 കപ്പിൾസിനിടയിൽ പെട്ട് ഞാൻ പെട്ടുപോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശോകം എന്ന് പറഞ്ഞ അട്ട ശോകം. അതിനടുത്ത് അവരുടെ ഒരു ബേബി ചെമ്മലിയും തൊട്ടുരുമ്പലും. കർത്താവേ, എനിക്കങ്ങ് തരിച്ച് കരയിട്ട്. പൊന്നു മോളെ ട്രീസ, ഇത് നീയായിട്ട് വരുത്തി വെച്ചതാ. അന്നേ ഞാൻ പറഞ്ഞതാ അവനോടെല്ലാം തുറന്ന് കൺഫസ് ചെയ്യാൻ. അപ്പൊ നീ ഇന്ന് കഴിയട്ടെ നാളെ കഴിയട്ടെ എന്ന് വെച്ച് നീട്ടി കൊണ്ടുപോയിട്ടില്ലേ? ഇപ്പോ പെണ്ണൊരുത്തി അവനെ വിളിച്ച് പോക്കറ്റിലാക്കി. അതാ നടന്നത്. അവളെ അവനെ ഞാൻ വായിച്ചിട്ട് വേണ്ടേ? ഒരു മഹാറാണി വന്നിരിക്കുന്നു. ലോകസുന്ദരിയല്ലേ, കാണുമ്പോഴേക്ക് ചാടിക്കയറാൻ. ദൈവദോഷം പറയാതെ ട്രീ, അതിനെ കാണാൻ എന്തൊരു ലുക്കാ. സ്വർഗത്തിൽ നിന്ന് മാലാക താഴെ ഇറങ്ങി വന്നതുപോലെയുണ്ട്. ഓ, സ്വർഗത്തിൽ നിന്ന് മാലാക. എടാ റോ, നീ വിചാരിച്ച നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഞാനോ? ഇതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാ? എനിക്കൊന്നും വയ്യ അവരുടെ എൻഗേജ്മെന്റ് ഒന്ന് മുടക്കാൻ. എടാ കുട്ട, നീ മുടക്കൊന്നും വേണ്ട. നീ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യണം. എൻഗേജ്മെന്റ് ഒക്കെ തന്നെ താനെ ബ്രേക്ക് ആയിക്കോളും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, അമ്മ കുറെ നാളായില്ലേ ഒരു കല്യാണം കഴിക്കാൻ പറയുന്നു. ഇപ്പോഴാണെങ്കിൽ നീ വെൽ സെറ്റിൽഡ് ആണ്. അതിന് അല്ല, സ്വർഗത്തിലെ മാലാഖയുടെ കെട്ടിയവൻ മാലാഖനാവുമല്ലോ. അപ്പോ ആ മാലാഖൻ നിനക്കായിക്കൂടെ? ട്രീ എന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ നീ തരേസാന്ന് വിളിപ്പിക്കരുത്. അവിടെ ഐഡിയ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞതാ. നിനക്കൊരു മുട്ടൻ പാര വരുന്നുണ്ട് മോനെ. പാരയോ? നീയല്ലേ ഏറ്റവും വലിയ പാര. അതൊഴിഞ്ഞു കിട്ടിയാലോ? പോടാ നാറി, ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ടാ. അങ്ങോട്ട് നോക്ക്. ഏതാവൻ? അവളുടെ ക്ലാസ്മേറ്റാ. മാത്രല്ല അവളുടെ ഭയങ്കര ആരാധകനായിരുന്നു. ഇപ്പോ നല്ല നിലയിലാണെന്നാ കേട്ടത്. സോ ഒരു പ്രപ്പോസിംഗ് ചാൻസ് ഉണ്ട്. ഓ മൈ ഗോഡ്, ഓൾറെഡി അവീന് പോലെ കിടക്കുക. ഇതിപ്പോ പണിയാവോ? 100% ഷുവർ പണിയാവോ? ഇല്ലെങ്കിൽ നീ കണ്ടോ. ഓ നെഗറ്റീവ്. നീ വായ തുറക്കുന്നത് തന്നെ ഇതിനാണോടാ പന്നെ. പിന്നെ നീ പറയുന്ന കേട്ടാ തോന്നും ഞാൻ നിന്റെ വായിലൂടെയാണ് ഫുഡ് കഴിക്കുന്നതെന്ന്. അസ്ഥാനത്ത് കോമഡി അടിക്കാനും വേണം കഴിവ്. വീഴ്ച നിൽക്കാതെ എന്ത് ചെയ്യുമെന്ന് പറ. എക്സലൈനും പെങ്ങളും കൂടെ എന്താ നീ ചായക്കും? നിന്റെയും അവളെയും പുറകെ നടന്ന് പ്രശ്നം തീർക്കാൻ തൽക്കാലം എനിക്ക് ഒട്ടും ടൈമില്ല. എൻഗേജ്മെന്റ് എടുക്കാറായേ. വരട്ടെ എക്സലയും? ആ, വേണമെങ്കിൽ നീയും കൂടെ പോരെ. ഫ്യൂച്ചർ അളിയെ പരിചയപ്പെടുത്തി തരാം. നീ പോടാ സോമിറ്റ് തെണ്ടി. നീയും രാഹുലും ഇപ്പോൾ ഒരുമിച്ചാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ശരിക്കും ഷോക്കായി. ലൈക്ക് ഇത്രയും ഇയേഴ്സ് ആയിട്ടും നിങ്ങളുടെ ബോണ്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയും ആഴത്തിലായതുകൊണ്ടല്ലേ.
അതിനെ എനിക്ക് അവന് ഞാനില്ലെങ്കിൽ എന്തോ പോലെയാ. അതുകൊണ്ട് തമ്മിൽ പിരിയാണ്ടിരിക്കാൻ എല്ലാ ഡിസിഷൻസും ഞാൻ ഒരുമിച്ച് എടുത്തോണ്ടിരുന്നേ. ഇൻഫാക്ട് എന്റെ കൂടെ നിൽക്കാൻ വേണ്ടി മാത്രം അവന് പ്രൊഫഷൻ പോലും ചൂസ് ചെയ്തത്. Oh man, I'm jealous of you guys. Oh, അത് ചേച്ചിയല്ലേ? ചേച്ചി എന്താ ഇവിടെ? We are family friends and ജിമ്മിയുടെ സോൾമേറ്റാ. OMG. Hello sir. Hello, I'm Sherin. Yeah, I know. Obviously, ചേച്ചിനെ അറിയാത്ത ആരാ നമ്മുടെ നാട്ടില്? Anyway, I am Felix. Nice to meet you. And why are you here? Do you know each other? അത്രക്ക് ക്യൂരിയോസിറ്റി ഉണ്ടോ? നോട്ട് ബാഡ്. എന്റെ ബോയ് ഫ്രണ്ടിന് എന്നെ കാണാൻ എന്റെ വീട്ടിലോട് തന്നെയല്ലേ വരണ്ടേ? അല്ലേ ഫെലി? അങ്ങനെയും പറയാം. ഓക്കെ ട്രീ, ഓൾമോസ്റ്റ് 6 ആയി. നമുക്ക് മറ്റൊരു ദിവസം കാണാം. ഓക്കെടാ, ഐ വിൽ ടെക്സ്റ്റ് യു ദെൻ. ഓക്കേ, പിന്നെ വരാൻ മറക്കണ്ട. കം ആൻഡ് ജോയിൻ us. ഷുവർ, ടേക്ക് കെയർ. സീ യു ചേച്ചി. ബോയ് ഫ്രണ്ടോ? എന്ന് മുതൽ? നീ എന്ത് ഭാവിച്ചാ ഓരോരുത്തരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നേ? എന്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിന്നെ വിളിച്ചിരുത്തി ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട് എനിക്ക്. തൽക്കാലം ജെ എന്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെടാൻ നിൽക്കണ്ട. ഐ എം സീരിയസ്. അവന് നിന്നോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെന്ന് ജിമ്മി പറഞ്ഞ് എനിക്കറിയാം. അധികം സംസാരവും പഴകമൊന്നും വേണ്ട. സോ വാട്ട്? ഐ ആം വെൽ അവെയർ ഓഫ് ഇറ്റ്. ആൻഡ് ഇപ്പോഴല്ലേ നിന്നോട് അവൻ എൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ്. ഞാൻ അവൻ്റെ കൂടെ കറങ്ങിയാലും സംസാരിച്ചാലും നിനക്കെന്താ? എൻഗേജ്മെന്റ് അടുക്കാറായ ബോധം ജയജയ്ക്കില്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതാ. എന്റെ കാര്യം തൽക്കാലം ഞാൻ തീരുമാനിച്ചോളാം. തെരേസ ക്രിസ്റ്റി ഒന്നവിടെ നിന്നേ. ഞാൻ ഇവിടെ വന്ന അന്ന് മുതൽ നിന്നെ ശ്രദ്ധിക്കുന്നതാ. എന്താ നിന്റെ പ്രോബ്ലം? എന്റെ പ്രോബ്ലം എന്തായാലും അത് നിന്നെ ബാധിക്കുന്നതാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി അറിഞ്ഞേ തീരുന്നാണെങ്കിൽ കേട്ടോ, നീയാണ് എൻ്റെ പ്രോബ്ലം. മുമ്പും അതെ, ഇപ്പോഴും അതെ. യു ആർ മൈ പ്രോബ്ലം, മിസ്റ്റർ ജെറിൻ ജോൺ. ട്രീസ എവിടെ അമ്മ? അവള് ഫെലിക്സ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ ബാച്ചിന്റെ റീയൂണിയൻ ഉണ്ടെന്ന്. അതിന്റെ കാര്യത്തിനാ. എടാ, നീ ഇതെവിടെ പോകുന്നേ? എന്നെ കൊണ്ടുപോടാ. ഞാൻ ക്ലബിലേക്കാ, നീ റെസ്റ്റ് എടുത്തോ. ജിമ്മി, പെട്ടെന്ന് ഇറങ്ങടാ. തിരക്ക് കൂട്ടല്ലേ, ഞാൻ ഇതാ വരുമല്ലേ. അമ്മ, ഞങ്ങൾ വൈകും. കുറച്ചധികം പേരെ ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. ലിയെ കൂടി വിളിച്ചിടായിരുന്നടാ. ഒരു ചെറിയ ഔട്ടിങ് ആക്കായിരുന്നു. അവൾക്ക് ട്രീസയുടെ റിയൂണിയൻ ഉണ്ടടാ. അറിഞ്ഞ് ഫെലിക്സ് അല്ലേ അവരെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോയത്. അമ്മ പറഞ്ഞു ലിയനെ അവൾ നിർബന്ധിച്ചു കൊണ്ടുപോയതായിരിക്കും അല്ലേ, അല്ലാതെ ലിയ ഇങ്ങനെ പോവാനാ?
ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഓടി നടന്നിട്ടില്ല. എൻഗേജ്മെന്റിന് ഈ വിധമാണെങ്കിൽ കല്യാണം പേര് ഏത് രൂപത്തിലാവുന്ന എന്റെ പേടി. എന്താ ലിയ? ഇച്ചായ, ഞങ്ങൾ കൂട്ടാൻ വരാവോ? ഫെലിക്സ് തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞ അവന്റെ കാറിന് എന്തോ ട്രബിൾ, അതുകൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിരിക്കുക. വെയിറ്റ് ചെയ്താ ഇനി ലേറ്റ് ആവും. വീട്ടിൽ നിന്നാണെങ്കിൽ വിളി വന്ന് തുടങ്ങുകയും ചെയ്തു. ആണോ? എന്നാ നിങ്ങൾ അവിടെ തിന്നോ. ഹാഫ് ആൻ അവർ ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഓക്കെ? എടാ ഒന്ന് പതിയെ പോടാ ജെറി. ആദ്യമേ കെട്ടികളുടെ പുല്ലേ ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിച്ചത്. ജസ്റ്റ് അഡ്വഞ്ചർ. ഹാഫ് ആൻ അവർ പറഞ്ഞിട്ട് 15 മിനിറ്റ് ആയുള്ളല്ലോ. അത് നിങ്ങൾ കൂടുതൽ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടെന്ന് കരുതി ഈ പന്നിയോട് വേഗം ഡ്രൈവ് ചെയ്യിച്ചതാ. ശരി ശരി, വണ്ടിയിൽ ഇരുന്ന ക്ഷീണം നല്ലോണം കാണും. നിങ്ങൾ കുറച്ച് ടൈം കുറുക്കിക്കൊണ്ടിരിക്കും. ഞാനൊന്ന് നടന്നിട്ട് വരാം. ട്രീസ് എവിടെ? അവൾ ഫെലിക്സിന്റെ കൂടെ കഫേയിൽ പോയി. സുഭാഷ്, അത്യാവശ്യം എക്സ്പെൻസീവ് ആയ പ്ലേസാ. ഇതിന് മാത്രം ഗ്രാൻഡ് ആക്കേണ്ട കാര്യമുണ്ടോ? അവളുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ അല്ലാണ്ട് എന്തിനാ? ഏയ് ട്രീസ, സ്റ്റേ. തന്റെ ഫേസില് ഇവൻ ഇത് എന്ത് ഉദ്ദേശിച്ചാ എന്റെ പെണ്ണിന്റെ അടുത്ത് ഇത്ര ക്ലോസിൽ നിൽക്കുന്നത്? ഫെലിയല്ല, എലി. ഇവനെ ഇതെവിടുന്ന ഈ വെള്ളം? ഡാമിറ്റ്. അയ്യടാ, അങ്ങനെ നീ ഇപ്പോ എന്റെ പ്രോപ്പർട്ടിക്ക് സ്കോർ ചെയ്യണ്ട. ഇറ്റ്സ് ഫൈൻ. എന്റെ അടുത്ത് സ്പേ ഡ്രസ് ഉണ്ട്, ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം. എന്നാലും ഇത് എവിടുന്നാ പെട്ടെന്ന് അവരുടെ ദേഹത്തേക്ക് വെള്ളം ചാടിയത്? ആ ഞാനാ. നീയാണോ? നീ എന്ത്? ആ പോയ നനഞ്ഞ എലിയുടെ ദേഹത്ത് വെള്ളം ഒഴിച്ചതും വെള്ളം ഒഴിച്ചോടിച്ചതും ഞാനാണെന്ന്. നിനക്കൊക്കെ ബോധമില്ലേ? ഇങ്ങനെയാണോ മറ്റൊരാളുടെ ബിഹേവ് ചെയ്യുന്നത്? പിന്നെ നിന്റെ അടുത്ത് അത്ര ക്ലോസ് ആയി നിൽക്കുന്നത് കാണുമ്പോ ഞാൻ പിന്നെന്താ ചെയ്യണ്ടേ? കുരിശ് വെച്ചാലിരിക്കണോ? അതിനിപ്പം നിനക്കെന്താ? സാമിന്റെ അടുത്ത് അവൻ ക്ലോസ് ആവുന്നുണ്ടെങ്കിൽ നീ എന്ത് വേണോ ചെയ്തോ. എന്നോട് അവനെന്നല്ല മറ്റാരെന്ത് കാണിച്ചാലും നിനക്കെന്താ? ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. Teresa, you are crossing your limits. Just stop it. പരിധി കടന്ന് ബിഹേവ് ചെയ്യുന്നത് നീയാ ജെറി. മറ്റൊരു റിലേഷനുള്ള നീ എന്റെ പേഴ്സണൽ മാറ്റേഴ്സിൽ ഇടപെടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. Are you sure? നമ്മൾ തമ്മിലൊരു ബന്ധമില്ലാന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നീ എന്റെയാ, പിന്നെ ഞാൻ ഇങ്ങനെ ബോധേഡാവാതിരിക്കും? You are mine. Stop this nonsense. നീ എപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാനതെല്ലാം സീരിയസ് ആയിട്ടേ കണ്ടിട്ടുള്ളൂ. ഓരോ തവണ നിന്നെ മനസ്സാലെ സ്നേഹിച്ചപ്പോഴും നീ എന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. ബട്ട് ഇത്തവണ ഞാൻ നിന്നെ അതിന് സമ്മതിക്കില്ല. എന്റെ കൈ നിന്ന് പിടിച്ചെറി. ആളുകൾ ശ്രദ്ധിക്കുന്നു. ജെറി, മതി. ചെന്ന് കാറി കട രണ്ടുപേരും. എന്തുണ്ടെങ്കിലും ഇത് പബ്ലിക് പ്ലേസാ, ഇവിടെ വെച്ച് വേണ്ട.
സെക്കൻഡ് വൺ നിനക്ക് പെർഫെക്റ്റ് ആവും. ഐ തിങ്ക് അതാ കുറച്ചുകൂടെ മാച്ച്. ഓക്കെ സാം, ഐ കോൾ യു. ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട്, താഴേക്ക് ചെല്ലാൻ മമ്മി പറഞ്ഞു. തെരേസ പ്ലീസ്, ഞാനിപ്പോൾ പറയുന്നത് തമാശയായി കാണാതെ പറ്റുമെങ്കിൽ സീരിയസ് ആയിട്ട് ആലോചിക്ക്. മുമ്പ് ഞാൻ കാരണം നീ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. എനിക്കും അറിയാം എനിക്ക് പറ്റിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു ബിഗ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു. എല്ലാം തിരിച്ചറിഞ്ഞപ്പോഴേക്കും ദയവായിട്ട് കൊണ്ടുതന്ന അവസരം ഞാനായിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ബട്ട് സ്റ്റിൽ അന്നും ഇന്നും റിയലി ട്രൂലി ഐ ലവ് യു. നീ വിശ്വസിച്ചാലില്ലെങ്കിലും ഞാൻ പറഞ്ഞ എല്ലാം സത്യമാ. നിന്റെ ആദറിന്റെയും റോഹിന്റെയും റിലേഷൻഷിപ്പ് എന്നെ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുണ്ട്. നിന്നെ മറ്റൊരാളുടെ കൂടെ കാണാൻ കഴിയാത്തതുകൊണ്ടാ പലപ്പോഴും ഞാൻ എന്നെ തന്നെ മറന്ന് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയതും പെരുമാറിയതും. ഐം സോറി. ഇനിയും നിനക്കെന്നെ വിശ്വാസമായില്ലെങ്കിൽ നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. നിന്റെ വഴി തടസ്സമായിട്ട് ഞാൻ ഒരിക്കലും വരികയും ചെയ്യില്ല. പറ്റുമെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഐം സോറി. ബോക്സ് രണ്ടും കുഷിയിൽ വെച്ച് സെറ്റ് ചെയ്യണം. കളർസ് എൻ്റെ ഇത് കിട്ടിയതല്ലേ, അതിൽ കോമ്പിനേഷൻ മിസ് ചെയ്യണ്ട. പിന്നെ ഫ്ലവേഴ്സും സാം പറഞ്ഞ അതേ പാറ്റേൺ തന്നെ വെക്കണം. സിംഗിൾ ഇൻഫോർമേഷൻ പോലും മിസ്സാവരുത്. ശരിയെന്നാ. ഈ ഡിസൈൻ മതി. നീ പറഞ്ഞ ഡിസൈൻ ജാമ്പുവാന്റെ കാലം മുതലേ ഉള്ളതാ. എന്റെ ബെസ്റ്റിയുടെ എൻഗേജ്മെന്റിന് ഞാൻ പറഞ്ഞ ഡിസൈൻ വെച്ചാൽ മതി. ആഹാ, അവരുടെ മാത്രമല്ലല്ലോ, ഇത് എന്റെയും കൂടെ എൻഗേജ്മെന്റാ. നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ നിന്റെ എൻഗേജ്മെന്റ് വെച്ചോ. അമ്മ, എന്റെ ഈശോയെ, ഈ തിറ്റങ്ങളെ കൊണ്ട് വല്ലാത്ത കുരിശാണല്ലോ. ഇങ്ങതാടാത്. തൽക്കാലം രണ്ടാളുടെ ഒപ്പീനിയൻ എടുക്കുന്നില്ല. ഇത്തവണ ഇതെല്ലാം ഞങ്ങൾ അപ്പനമ്മമാരെ ഫൈനൽ ചെയ്തോളാം. ഇനി ഇവിടെ കിടന്ന് വായിട്ടളിച്ച എൻഗേജ്മെന്റ് വേണോ വേണ്ടോന്ന് ഞങ്ങൾക്ക് ഒന്നുകൂടെ റീതിങ്ക് ചെയ്യേണ്ടി വരും. തൃപ്തിയായാലും കുത്തിയിരുന്ന് അനുഭവിച്ചോ. നാളത്തെ ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ മൈൻഡ് റിലാക്സ് ആക്കാം. ശരിയാ, ട്രേസിയുടെ കെട്ടുകൂടെ ഇതിന്റെ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ വളരെ നന്നായനെ. ഹാ, അത് നീ ടൈം വൈകിട്ടില്ല ക്രിസ്റ്റി. എത്ര നല്ല പ്രപ്പോസൽസ് വരുന്നുണ്ട്. അതിലേതെങ്കിലും നോക്കാലോ. അപ്പനും അവളുടെ കെട്ടിന്റെ കാര്യം പറയുന്നുണ്ട്. പെണ്ണൊരുത്തി ഇനി അവള് മാത്രമല്ലേ ഉള്ളൂ. അവളുടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് കണ്ണടക്കണമെന്നാ പറയുന്നേ. എന്നിട്ട് എന്താ എന്നെ കേട്ടിക്കാത്തെ? ഞാനാണെങ്കിൽ റെഡി ആയിട്ട് ഇരിപ്പാ. ഇപ്പൊ ചെറുക്കനെ കൊണ്ടുവന്ന ഇപ്പൊ തന്നെ കെട്ടിക്കൂട്ടാ. എന്നെ വിട്ടേരെ പൊന്നു മോളെ. ഇനി നീയായിട്ട് കെട്ടണമെന്ന് പറഞ്ഞ് ആരെയെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയാലേ നിന്നെ കെട്ടിക്കുന്നുള്ളൂ. ഓഹോ, അവസാന നിമിഷം അപ്പം കാൽ മാറിയില്ലേ? എങ്ങനെ മാറാണ്ടിരിക്കും? ഒന്ന് കെട്ടിച്ചതിന് ക്ഷീണം വിട്ടു പോയിട്ടില്ലല്ലോ. ആ, ഉവ്വ.
ആ ബോക്സിലുള്ളത് മുഴുവൻ ജെറിയുടെ മുറിയിലേക്കുള്ളതാ. എല്ലാം മാറ്റി അതിലുള്ളത് വെക്കണം. ഒക്കെ പഴയതായി മുഷിഞ്ഞു പോയി. മമ്മി, ശ്രീമോളെ, ഓഡിറ്റോറിയത്തിലെ ഡെക്കോർ കഴിഞ്ഞോ? ഏകദേശം തീരാറായി മമ്മി. ഇതെന്താ ഇത്രയും സ്നാക്സ് ഒക്കെ? ഓ അതോ, സാമും കോച്ചും വന്നപ്പോ കൊണ്ടുവന്നതാ. അവരിപ്പോ അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. മോളുടെ ഡ്രസ്സിങ്ങിന്റെ ഫിറ്റിംഗ് നോക്കാൻ ജെറി വേണമെന്ന് അവൾക്ക് ഒരേ നിർബന്ധം. അപ്പോ അവൻ അവരുടെ കൂടെ പോയി. ഓയ്, എന്തു പറ്റി എന്റെ ടോമിന്? ഇന്ന് സൈലന്റ് മോഡിലാണല്ലോ. ചുമ്മാ പോയി ചായ, എനിക്കൊന്നുമില്ല. അത് കള്ളം. ഒന്നുമില്ലാതെ നീ എന്നെ ഇച്ചായാന്ന് വിളിക്കാറില്ലല്ലോ. പറ, എന്താ കാര്യം? അത് നീ പറയുന്നുണ്ടോ? അത് ഇച്ചായ, ജെറി അവൻ അവൻ ശരിക്കും സാമുമായിട്ട് എൻഗേജ്ഡ് ആവോ? എന്താ ഇപ്പൊ ഇങ്ങനെ ചോദ്യം? ഇനി നിനക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ അവനോട് നേരിട്ട് ചോദിച്ചാ പോരെ? ഏയ്, അതൊന്നും ശരിയാവില്ല. നോക്കുമോളെ, നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെന്ന് എനിക്കും നിനക്കും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാ, ഒരാള് താണു തരുമ്പോ അടുത്തയാള് ഒട്ടും കൊടുക്കത്തില്ല. ഈഗോ മാറ്റി വെച്ചിട്ട് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ നിങ്ങൾക്ക് തമ്മിലുള്ളൂ. പിന്നെ പറയാനുള്ളത് പരസ്പരം പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനി ഒരു ഡീപ്പ് കൺഫെഷൻ, ഒരു സോറി പറച്ചിൽ, ഇത്ര മതി. പിന്നെ മറ്റൊരു കാര്യം, ഒരാള് ഇനീഷ്യേറ്റീവ് എടുക്കാതെ ഒന്നും നടക്കില്ല. എന്തുണ്ടെങ്കിലും ടൈം കളയാണ്ട് നല്ലൊരു തീരുമാനം എടുക്കണം. എനിക്ക് അത്ര പറയാനുള്ളൂ. ओह, मैप देख रहा हूँ ना। सीधा होटल जाओ, फ्रेश होने के बाद मेन्यू पे आ जाना, बस ठीक है? ഫംഗ്ഷൻ നടത്താനില്ല, ഇവന്മാർക്കൊക്കെ വഴി പറഞ്ഞു കൊടുക്കാനാ പണി. ജെറി, യെസ്. ബോലോ സാം, അവര് രാവിലെ എത്തും. നേരെ ഹോട്ടലിലേക്ക് വണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി, ഉറക്കം സ്കിപ്പ് ചെയ്യണ്ട, നന്നായി റെസ്റ്റ് എടുത്തോ. സീ യു ടുമോറോ. ബാബാ, അറിയാം. ശരി, നീ എന്തിനാ വന്നേ? ഞാൻ ഒരു മിനിറ്റ്. എന്റെ വൈശാഖേ, ഇതിപ്പോഴാണ് വിളിച്ചു പറയുന്നേ? ട്യൂലിപ്പ് തന്നെ വേണം. സാം പ്രത്യേകം പറഞ്ഞല്ലേ, പറ്റില്ല പറ്റില്ല പറ്റില്ല, സെയിം കളർ തന്നെ വേണം. അത് ഒപ്പിക്കാൻ നോക്കുക. ഞാനിവിടെ നിൽക്കുന്നത് കാണുന്നില്ലേ മനുഷ്യ? കുറെ നേരായി ഒരു സാം. ഇനി ആ പേര് നിങ്ങളുടെ വായിന്ന് വന്ന എന്റെ സ്വഭാവം നിങ്ങൾ അറിയും. ലോകത്ത് അവൾക്ക് മാത്രമേ എൻഗേജ്മെന്റ് ഉള്ളൂ. ഒരു മിനിറ്റ്. കോൾ എടുക്കാം, ഫോൺ ഞാൻ അറിഞ്ഞു പൊടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട, നിങ്ങൾക്കറിയാലോ എന്നെ. ക്ഷമയ്ക്കുണ്ട് അതിര്. ഇത്ര പെട്ടെന്ന് തുടങ്ങിയോ? ഞാൻ ലേറ്റ് ആയില്ലല്ലോ. നീ അല്ലടാ ചൊടുത്താളെ, ഞാൻ നിന്റെയാണെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്നത്. എന്നിട്ടിപ്പം എന്നെ ഇളക്കി വിട്ടിട്ട് അവളുമായിട്ട് എൻഗേജാവാൻ നോക്കല്ലേ? അല്ലെങ്കിലും നിന്റെ സ്വഭാവം ഇത് തന്നെയാ. വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയും. ബട്ട് യു ഡോണ്ട് മീൻ ഇറ്റ്. ഞാനൊരു മണ്ടി. അത് പിന്നെ നീ തന്നെയല്ലേ എല്ലാം അവസാനിപ്പിക്കാൻ പറഞ്ഞത്? എന്നെ അവോയ്ഡ് ചെയ്ത് ഫെലിക്സിന്റെ കൂടെ നടപ്പല്ലായിരുന്നു. ഇപ്പൊ എന്താ പെട്ടെന്നൊരു മാറ്റം? അത് ശരി,
നിനക്ക് ചെയ്യാമെങ്കിൽ എനിക്കായിക്കൂടെ? മുമ്പും അതെ ഇപ്പോഴും അതെ. കൺമുമ്പിൽ ഞാൻ ഉണ്ടായിട്ടും എന്നെ മാത്രം നോക്കാവേ. ബാക്കിയുള്ള എല്ലാവരോടും ഫ്ലോട്ടിങ്. വൃത്തിയിട്ടവൻ. ഡേഡി ആരടി വൃത്തിയായിട്ടവൻ? അത് നിന്റെ മറ്റവൻ. അതെ, എന്റെ മറ്റവൻ തന്നെയാ. അത് നീയാന്ന് മാത്രം. എന്നെ അല്ലാതെ മറ്റൊരുത്തിയെ നിന്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച അമ്മച്ചിയാണെ രണ്ടിനെയും കള്ളക്കേസി കുടുക്കി പിടിച്ചകത്തിടും. പറഞ്ഞേക്കാം. അക്കാൽ എനിക്ക് വിട്ടേരെ. ഞാൻ വൃത്തിക്ക് ചെയ്തോളാം. അതെ, നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ മിസ് തെരേസ ക്രിസ്റ്റി. ക്ലിയർ ആയിട്ട് പറ. സുഹൃത്തുക്കളെ, ഇനി നീ എന്നെ തെരേസ ക്രിസ്റ്റിന്ന് വിളിച്ച പിന്നെ എന്തോ വിളിക്കണം? അതല്ലേ നിന്റെ പേര്? അതോ 3 വർഷം ഞാനിവിടുന്ന് മാറുന്നപ്പോ നിന്റെ പേര് മാറ്റോ? സത്യം ഞാൻ അറിഞ്ഞില്ല. പട്ടി. നീ എന്താ എന്നെ മനസ്സിലാക്കാത്ത ജെറി? നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലടാ. ഓർമ്മ വെച്ച കാലം മുതൽ മനസ്സിലിട്ടോണ്ട് നടക്കുന്നതാ. ആ നിന്നെ വേറെ ഒരുത്തിയുടെ കൂടെ കാണുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുക. നീ മാത്രോ? നിന്നെ എന്ന് കണ്ടോ അന്ന് എന്റെ ആണെന്ന് മനസ്സിൽ കുറിച്ചിട്ടതാ ഞാൻ. I'm sorry too. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലാടി. At last ഇത്രയും ചയോട്ടിക് ആയിട്ടുള്ളൊരു കൺഫെഷൻ ഞാൻ ആദ്യമായിട്ട് കാണാം. അപ്പോ ഇങ്ങനെയും കൺഫെഷൻ നടത്താം അല്ലേ? വെറുതെയാണോ ഇത് ഞങ്ങളെ ടോമാൻജറിന്ന് വിളിക്കുന്നേ? സാം ഇനി അവളോടൊന്ന് പറയൂ. താങ്ക് യു ബേബിച്ച. ബേബിച്ചന്റെ ഹെൽപ്പില്ലെങ്കിൽ ഞങ്ങളുടെ വിഷ് ഒരിക്കലും ഫുൾഫിൽ ആവില്ലായിരുന്നു. ഒന്ന് പോയിടി. ദയവായിട്ട് എനിക്ക് തന്ന അനിയത്തിയാണ് നീ. ആ നിന്റെ ഹാപ്പിനെസ്സിൽ എത്തിക്കേണ്ടത് എന്റെ കടമയല്ലേ? എന്നാലും ഇവനാണ് നിന്റെ ചെറുക്കെന്ന് എന്നോട് പറയായിരുന്നു. പാവത്തിന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. സോറി ജയജെ. ഇവള് നിങ്ങൾക്കൊരു സർപ്രൈസ് തരണമെന്ന് പറഞ്ഞുകൊണ്ടാ പറയാണ്ടിരുന്നത്. ഇതായിരുന്നല്ലേ നിന്റെ തൊലിഞ്ഞ സർപ്രൈസ്? അത് പിന്നെ നീ എന്നെ റിജക്ട് ചെയ്ത വിഷമത്തി വണ്ടി കയറിയതാ ഇവിടുന്ന്. അങ്ങനെയാ സാമിനെ പരിചയപ്പെട്ടതും ഇഷ്ടത്തിലായതൊക്കെ. പക്ഷെ ഇതില് നീ ഇത്ര ഷോക്കാവേണ്ട കാര്യം എന്താ? അതോ ഇവള് വിചാരിച്ചത് എന്റെയും സാമിന്റെയും എൻഗേജ്മെന്റ് ആണെന്നാ. നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടോട്ടോ എന്ന് കരുതി ഞാൻ ഇത് തിരുത്താനും പോയില്ല. അല്ല, ഇനി അഥവാ ബേബിച്ചനും ഞാനും എൻഗേജ്ഡ് ആയെന്ന് തന്നെ ഇരിക്കട്ടെ. തുജയ്ക്കാ പ്രോബ്ലമേ? അത്
ഞാൻ ഇങ്ങയുടെ എന്താ നിർത്തിക്കളഞ്ഞത്? മുഴുവൻ പറഞ്ഞു കൊടുത്ത് മിസ് തെരേസ ജെറിൻ. Oh my God. So it was you. എന്നാൽ എന്റെ ട്രീസ ബേബിച്ച, അപ്പൊ ഇതുകൊണ്ടാണല്ലേ ഞാനിവിടേക്ക് വന്ന അന്ന് തന്നെ ട്രീസയോട് അങ്ങനെയൊക്കെ പോയി പറയാൻ പറഞ്ഞത് എന്നോട്. എടാ ജിമ്മി, എന്റെ കൈയും കാലും വരച്ചിട്ട് വയ്യടാ. നീ ഫുട്ബോൾ മാച്ചിലല്ലോ പോകുന്നേ. എടാ, ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റാ. ധൈര്യമായിട്ടിരിക്കടാ, നീ എന്നെ പോലെ. അതിന് ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലല്ലോ, നിന്റേത് കഴിഞ്ഞൊരു വർഷം ഒന്നായില്ലേ. പാവന്റെ പെങ്ങൾ ഗർഭിണിയായി. നീ വല്ല പറയൊന്നും വേണ്ട. നിന്റെ കല്യാണത്തിന്റെ അന്ന് ഞാൻ നേരിട്ട് കണ്ടാണല്ലോ ആശാന്റെ ധൈര്യം. മതി മതി, കരുക്കോ. ഓൾ ദ ബെസ്റ്റ്. എല്ലാം ശുഭായി. നീ എന്താടി ഇവിടെ? എണീറ്റേ, നിന്റെ റൂമിൽ പോയി. പാവന്റെ ചെക്കൻ അവിടെ വെയിറ്റ് ചെയ്യുക. നിനക്ക് വേണേ നിന്റെ റൂമിൽ പോയി കിടന്നോ, നന്നായിട്ട് ടയർഡായതല്ലേ. അതൊന്നും പറ്റില്ല. ഫസ്റ്റ് നൈറ്റിൽ ഗസ്റ്റ് റൂമിലാണോ കിടക്കുന്നേ? എണീച്ചു കൂടി. അമ്മാസും അപ്പാസും കണ്ട പ്രശ്നമാവും. അവരൊക്കെ എപ്പോഴും കടന്നു ഇച്ചായും പോയി കിടന്നോ. ഞാനോ? അപ്പോ നീ എവിടെ പോവാ? അവള് നീ ഇവിടെ കിടക്കുന്നേ. ഏയ്, അതൊന്നും ശരിയായില്ല. എനിക്ക് വീട്ടിലാണ്ട് ഉറക്കം വരില്ല. ആണോ? എന്നാ നീ ഇന്ന് ഉറങ്ങണ്ട. ഇന്ന് കുഞ്ഞാപ്പിയുടെ കൂടെ ആന്റിയാ കിടക്കുന്നേ, അല്ലേടാ? ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഭാര്യ ഡംപ് ചെയ്യുന്ന ആദ്യത്തെ ഭർത്താവ് ഈ ഞാനായിരിക്കും, അല്ലേടാ ജിമ്മി? പെങ്ങളുടെ ഫസ്റ്റ് നൈറ്റിൽ പണി കിട്ടുന്ന ആദ്യത്തെ ആങ്ങള ഈ ഞാനും. കല്യാണം കഴിഞ്ഞാലെങ്കിലും നേരെ ആവുമെന്ന് ഓർത്തു. എവിടെന്ന് നിങ്ങളുടെ ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കാനാവും എന്റെ വിധി. എന്റെ പൊന്നു ഭാര്യയല്ലേ, ഇനിയെങ്കിലും നിന്റെ സത്യാഗ്രഹം മതിയാക്കിക്കൂടെ? കല്യാണം കഴിഞ്ഞിട്ട് മാസം ഒന്നായി. ഒന്ന് ക്ഷമയടാ. എനിക്കിട്ട് പറഞ്ഞപ്പോ ഓർക്കണായിരുന്നു, എന്തായിരുന്നു അഭിനയം. എന്റെ കർത്താവേ, 2 വട്ടം കല്യാണം കഴിച്ചിട്ടും വെർജിനായിരിക്കാനാവല്ലോ എന്റെ വിധി. ഇങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു പോവാ. അയ്യോ വേണ്ട. എന്നാ മതിയാക്കോ സത്യാഗ്രഹം?
ഇനി എന്നെ പറ്റിക്കില്ലാന്ന് വാക്കുതാ. എന്റെ പൊന്നു പറ്റിക്കത്തില്ല. നീയാണ് നമുക്ക് ജനിക്കാനിരിക്കുന്ന നമ്മുടെ മക്കളാണ് സത്യം.